നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും ചരിത്ര പ്രാധാന്യവുമായ ക്ഷേത്രങ്ങളിലൊന്നായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സംഗമമായ ഈ പുണ്യസ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് താരികാസുരനെ വധിച്ച ശേഷം ഭദ്രകാളി ഇവിടെ വന്ന് കുടികൊണ്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഭക്തരുടെ മനസ്സിൽ വളരെ വലിയ സ്ഥാനമുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ശാന്തതയും ഭക്തി നിർഭരമായ അന്തരീക്ഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. പ്രായമന്യേനെ എല്ലാവരും അമ്മയുടെ സന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുന്ന കാഴ്ച മനസ്സിന് വളരെ സന്തോഷം നൽകുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലോകപ്രശസ്തമായ കൊടുങ്ങല്ലൂർ ഭരണി. എല്ലാ വർഷവും മലയാള മാസം മീനത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഭരണി ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. പാരമ്പര്യവും വിശ്വാസവും ഒരുപോലെ നിറഞ്ഞ ഈ ഉത്സവം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ്. ക്ഷേത്രത്തിൽ എത്തുന്നവർ ദർശനത്തിനോടൊപ്പം ക്ഷേത്ര പരിസരവും ചുറ്റിക്കാണാറുണ്ട്. വൃത്തിയുള്ള അന്തരീക്ഷവും നല്ല ക്രമീകരണങ്ങളും ഭക്തർക്ക് വളരെ നല്ല അനുഭവം നൽകുന്നു. ഇവിടെ എത്തുമ്പോൾ ക്ഷേത്രാചാരങ്ങളും വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതുവരെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും കുടുംബത്തോടൊപ്പം ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുക. ഭക്തിയോടെയും സമാധാനത്തിൻ്റെയും അമ്മയെ ദർശിക്കാൻ മനസ്സിലൊരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. ഇത്തരത്തിലുള്ള ക്ഷേത്ര ദർശനങ്ങളും യാത്രാ വീഡിയോകളും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുത്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.